ഇന്ന് പരിസ്ഥിതി ദിനാചരണത്തിന് മുന്നോടിയായി വയനാട്ടിലെ ഉരുൾപൊട്ടൽ സാധ്യതാ പ്രദേശമായ പുത്തുമലയിൽ മരം നടുന്നവരുടെ സംഗമം നടന്നു. വനമേഖലയെ കൂടുതൽ ഹരിതാഭമാക്കാനും ഉരുൾപൊട്ടലിനെ ചെറുക്കാനും ഉൾപ്പെടെയുള്ള ദൌത്യത്തിന്റെ ഭാഗമായാണ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ എത്തിയത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരും മരം നടൽ ഉദ്യമത്തിന്റെ ഭാഗമായി. സംരക്ഷിക്കാം സംരക്ഷിക്കാം പശ്ചിമഘട്ടം സംരക്ഷിക്കാം പശ്ചിമഘട്ടം സംരക്ഷിക്കാം. കാടും മേടും നമുക്ക് വേണ്ടി തോടും പുഴയും നമുക്ക് വേണ്ടി പരിസ്ഥിതി സംരക്ഷണത്തിനായി പ്രധാനമന്ത്രിക്ക് കത്തെഴുതിയ കുഞ്ഞുബാലിക റൂഹി മൊഹസബ് പുത്തുമലയിൽ ആദ്യ തൈ നട്ടു. ചെങ്കുത്തായ പ്രദേശങ്ങളിൽ നിരവധി തൈകൾ നട്ടുകൊണ്ടാണ് വിദ്യാർത്ഥികളും പരിസ്ഥിതി പ്രവർത്തകരും അടക്കമുള്ളവർ ഒത്തുചേർന്നത്. കാടും മേടും തോടും പുഴയും സംരക്ഷിക്കാം നമുക്ക് വേണ്ടി, കടുവയും പുലിയും നമുക്ക് വേണ്ടി. ആഴത്തിൽ വേരൂന്നി മണ്ണൊലിപ്പിനെ തടയുന്ന വിധത്തിലുള്ള വൃക്ഷത്തൈകളാണ് നടാനായി തെരഞ്ഞെടുത്തത്. പരിസ്ഥിതി പ്രവർത്തകനും പാലക്കാട് സ്വദേശിയുമായ എസ് ഗുരുവായൂരപ്പനാണ് ഈ ദൗത്യത്തിന് നേതൃത്വം വഹിച്ചത്. പ്രത്യേകിച്ച് മുണ്ടക്കൈ ചൂരൽമല മേഖല നമ്മൾ തിരഞ്ഞെടുക്കാനുള്ള കാര്യം, ഇവിടെ പുത്തുമലയിൽ പണ്ട് ഉരുൾപൊട്ടൽ നടന്ന സമയത്ത് ഒരു ആൽമരം ഇവിടെ ഒരുപാട് പേരെ സംരക്ഷിക്കാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ആശയത്തിൽ നിന്നാണ് നമുക്ക് കാടിനെയും ഈ മലയെയും സംരക്ഷിക്കാനായിട്ട് ആൽവൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കാനുള്ളൊരു ആശയം വന്നത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ഉദ്യമത്തിന്റെ ഭാഗമായി. ഈ തൈ നടിയിൽ മാത്രമല്ല, അതിൻ്റെ തുടർ പരിചരണം 3 വർഷം തന്നെ അത് തുടർ പരിചരണം നടത്തി അതിൻ്റെ പരിപാലനം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി തദ്ദേശ സ്ഥാപനങ്ങൾ, MGNRG ഇവരെല്ലാം കൂടെ ചേർന്നുകൊണ്ടിട്ടുള്ള ഒരു വൃക്ഷനടി പദ്ധതി ആണ് നമ്മളിവിടെ തുടക്കം കുറിച്ചിട്ടുള്ളതും. രാജ്യത്തുടനീളം വേരുകളുള്ള മരം നടുന്നവരുടെ കൂട്ടായ്മയുടെ 10ാം വാർഷികത്തിലാണ് പുത്തുമലയിൽ ഈ ഒത്തുചേരൽ നടന്നത്. മേപ്പാടി മൂപ്പൻസ് നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥികളും ഈ പ്രവൃത്തിയുടെ ഭാഗമായി. 24 വയനാട്.